അധ്യായം 72. 6 വർഷത്തിന് ശേഷം വരുണും കീർത്തിയും അങ്ങനെ കണ്ടുമുട്ടുന്നു. വരുൺ കീർത്തിയോട് അവരുടെ കൂടെ ജീവിക്കാൻ ആവശ്യപ്പെടുന്നു. അവൾ അത് നിഷേധിക്കുന്നു. കീർത്തി തിരിച്ചു പോകുന്നത് കണ്ട് സഞ്ജു വരുണിനോട് ദേഷ്യപ്പെടുന്നു. നീ പറഞ്ഞു വരുന്നത് എന്താ? അവള് ഇവിടെ വന്നപ്പോ നിനക്ക് തടഞ്ഞാ മതിയായിരുന്നല്ലോ. അത് ചെയ്യാതെ ഇപ്പൊ നിന്ന് ഡയലോഗ് അടിക്കുന്നു. വരുണിന്റെ നിസ്സംഗത കണ്ട് സഞ്ജുവിന് ആകെ പെരുത്ത് കയറുന്നുണ്ടായിരുന്നു. അവൻ തന്റെ ദേഷ്യം നന്നായി തന്നെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. നോക്ക് വരുൺ, നീ കീർത്തിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചില്ലേ? അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവള് നമ്മുടെ വേദൂട്ടിനോട് ഇങ്ങനെയാണോ പെരുമാറുക? അവൾ ഇങ്ങോട്ട് വരാൻ പോലും ചാൻസ് ഇല്ല. നീ നിർബന്ധിക്കാത്തോണ്ടാണ് അവൾ ഇവിടെ നിൽക്കാഞ്ഞതെന്നാ എനിക്ക് തോന്നുന്നത്. അന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചതിന്റെ ചളിപ്പുണ്ടാവുമായിരിക്കും അവൾക്ക്. അത് മനസ്സിലാക്കാതെ നീ ആണെങ്കിൽ അവളെ പറഞ്ഞയക്കുകയും ചെയ്തു. വരുൺ സഞ്ജു പറയുന്നത് കേട്ട് ഒന്ന് നെടുവീർപ്പെട്ടു. എന്നിട്ട് അവൻ പതിയെ പറഞ്ഞു, സഞ്ജു, നിനക്കാണ് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലാവാത്തത്. കീർത്തി ശരിക്കും മാറിപ്പോയിട്ടുണ്ട്. ഈ 6 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കിടയിൽ വലിയൊരു അകലം വന്നിട്ടുണ്ട്. ഇത് മറികടക്കാൻ കുറച്ച് സമയം ആവശ്യമാണ്. പക്ഷെ എന്നെയും വേദൂട്ടിനെയും വിട്ടു നിൽക്കാൻ കീർത്തിക്ക് ഇനി പറ്റില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിനാദ്യം അവളെ അവളുടെ യൂണിറ്റിൽ നിന്നും മാറ്റുകയാണ് വേണ്ടത്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. നീ അവളുടെ കമാൻഡിംഗ് ഓഫീസറെ വിളിച്ചേ. വരുൺ ബെഡ്റൂമിൽ ചെന്ന് മോനെ ശരിക്കും പുതപ്പിച്ചു കൊടുത്ത് വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. താഴെ ഹാളിൽ സഞ്ജു അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പോർച്ചിൽ ഒരു മോഡേൺ ബൈക്ക് വന്ന് നിന്നു. അതിൽ നിന്നും ഒരു 22-23 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ഇറങ്ങി വന്നു. കെ പോപ്പ് താരങ്ങളെ പോലെ ഡ്രസ് ചെയ്ത് മുടിയിൽ കളർ അടിച്ച് വളരെ സ്റ്റൈലിഷ് ആയ ലുക്കിലായിരുന്നു അവൻ. അവൻ നേരെ സഞ്ജുവിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പരിഭ്രാന്തിയോടെ അവനോട് ചോദിച്ചു, സഞ്ജുട്ടാ, എന്താ സ്കൂളിലുണ്ടായേ? വേദൂട്ടനെവിടെ? ആരാ നമ്മുടെ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചേ? ഞാനിതൊക്കെ ഇപ്പഴാ അറിഞ്ഞ്. അവന്റെ ചോദ്യം കേട്ട് സഞ്ജു പരിഹാസത്തോടെ മറുപടി പറഞ്ഞു, പൂരവും കഴിഞ്ഞ് ആനയും പോയി കഴിഞ്ഞാണോ ഉത്സവപ്പറമ്പിലോട്ട് വരുന്നത് കിരൺ സാറ്? അല്ല, ഇപ്പോ എവിടെന്നാ നിനക്ക് ഈ വിവരം കിട്ടി? സഞ്ജു കിരണിന്റെ തോളിൽ കൈവച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോൻ റൂമിൽ ഉറങ്ങുന്നുണ്ടടാ. കൃത്യസമയത്ത് വിവരം കിട്ടിയതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലാം സോൾവ് ആയി. സഞ്ജു പറയുന്നത് കേട്ട് അവന്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. സഞ്ജു ആണെങ്കിൽ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ തലയിലേക്ക് നോക്കി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എടാ, നിന്റെ കോഴിവാലില് 2 കളർ കൂടി ചേർത്താൽ നല്ല അസല് മഴവില്ല് പോലെയാവും. എങ്ങനെ അത് മിസ്സായത്? തലയും കോലം കണ്ടേച്ചാലും മതി. റോക്ക് സ്റ്റാർ എന്നും പറഞ്ഞ് ഏത് കോലവും കിട്ടി നടക്കാലോ. എന്നാലും എന്റെ ചെറുക്ക, നിന്റെ ഒരു കോലം നോക്കണേ. സഞ്ജു അവനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. സഞ്ജുവിന്റെ പറച്ചിൽ കേട്ട് വരുണും ചിരി വന്നിരുന്നു. പക്ഷേ വരുൺ അത് അടക്കി പിടിച്ച് കിരണിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, കിരൺ, വേദു ഇപ്പൊ നല്ല ഉറക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്, ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കണേ. എനിക്ക് അർജന്റായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിനക്ക് തിരിച്ചു പോവാൻ തിടുക്കൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലളിയാ, ഞാനൊരു ജിംഗിൾസ് റെക്കോർഡിങ്ങിന് വേണ്ടി പോയതായിരുന്നു. അപ്പോഴാ ഒരു ഓൺലൈൻ ന്യൂസ് കണ്ടത്. വേദുന്റെ സ്കൂളിൽ എന്ന് കേട്ടപ്പോ ഞാൻ മുകേഷ് ഏട്ടനോട് കാര്യം അന്വേഷിച്ചു. ആളെ പറഞ്ഞ എന്തായാലും അപ്പൊ തന്നെ റെക്കോർഡിംഗ് ക്യാൻസൽ ആക്കി ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞ ശേഷം ഞാൻ എങ്ങനെയാ സമാധാനത്തിൽ അവിടെ നിൽക്കുക? കിരൺ പറയുന്നത് കേട്ട് വരുണിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. കിരണ് വേദുവിനെ പറ്റിയുള്ള ആശങ്ക അവന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. വരുണും സഞ്ജുവും അവനോട് യാത്ര പറഞ്ഞ് കാറിൽ പുറത്തേക്ക് പോയി. മറുവശത്ത് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിൽ കീർത്തി വളരെയധികം ചിന്തയിലായിരുന്നു. അവൾ മനസ്സിൽ ഓരോന്ന് പറയാൻ തുടങ്ങി. ശരിക്കും ഇന്ന് നടന്നതൊക്കെ സത്യമാണോ കൃഷ്ണ? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ് എന്റെ ഈ കൈക്കുള്ളിൽ എന്നോട് ചേർന്ന് നിന്നത് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ശരിക്കും ഞാൻ ആഘോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എന്റെ ലൈഫിൽ ഒരിക്കലും നടക്കാനിടയില്ലെന്ന് കരുതിയ ഒന്നല്ലേ ഇപ്പൊ സംഭവിച്ചത്? അവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വാഹനം ബേസ് ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിച്ചു നിന്നു. അവൾ വേഗം പുറത്തേക്കിറങ്ങി ഓഫീസിലേക്ക് റിപ്പോർട്ടിങ്ങിനായി ചെന്നു. അവിടെയുള്ളവരെ കണ്ട് അവൾ വളരെയധികം സന്തോഷവതിയായി. അവൾ ചീഫിന് സല്യൂട്ട് അടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ കീർത്തിയുടെ അമ്മ മധുരിമയും കീർത്തിയുടെ സീനിയർ ചീഫ് കമാൻഡിംഗ് ഓഫീസർ സത്യനാഥ് അയ്യരും ഉണ്ടായിരുന്നു. അവൾ വേഗം ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അവർ തമ്മിൽ കണ്ടിട്ട് കുറച്ചു കാലമായിരുന്നു. ട്രെയിനിങ്ങിന് വേണ്ടി കീർത്തി വിദേശത്തേക്ക് പോയ ശേഷം അവരെ അവൾ കണ്ടിട്ടില്ല. അവൾ സീനിയർ ചീഫിനെ സല്യൂട്ട് ചെയ്തു. അയാൾ അഭിവാദ്യം സ്വീകരിച്ച ശേഷം അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ തട്ടി. അയാളുടെ മുഖത്ത് അവളോട് വളരെയധികം വാത്സല്യം ഉണ്ടായിരുന്നു. അയാൾ അവൾക്ക് ഒരു സീനിയർ ഓഫീസർ മാത്രമല്ല, അവളുടെ സ്വന്തം ചെറിയച്ഛൻ കൂടിയായിരുന്നു. അതെ, കീർത്തിയുടെ അച്ഛൻ രവീന്ദ്രനാഥിന്റെ അനിയൻ. വരുൺ പറഞ്ഞ ആ രക്ഷകൻ അത് ഇയാളായിരുന്നു.
എല്ലാവരുടെ കണ്ണിൽ നിന്നും ഇത്രയും കാലം ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. കീർത്തിയുടെ അച്ഛന്റെ സത്യങ്ങളെല്ലാം അറിയുന്ന ഒരേ ഒരാൾ. പക്ഷെ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ചേട്ടന് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് അയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ചെയ്തു കൊടുത്തു. നിയമത്തിന്റെയും മറ്റുള്ളവരുടെയും കണ്ണിൽ നിന്നും അവരെ മറച്ചു പിടിച്ചു. അവസരം വന്നപ്പോൾ കീർത്തിയെ കമാൻഡോ ട്രെയിനിങ്ങിലേക്ക് കയറ്റി സൈന്യത്തിൽ അവളുടെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്തു. കമാൻഡോ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ കീർത്തി അവൾ പഠിച്ച ബയോ കെമിസ്ട്രിയിലും ബിരുദം നേടിയിരുന്നു. കൂട്ടത്തിൽ അച്ഛനെ പോലെ പഠിച്ച കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്താനും അവൾ മറന്നിരുന്നില്ല. അവൾക്ക് ശരിക്കും റിസർച്ച് ടീമിലേക്ക് അവസരം കിട്ടിയതായിരുന്നു. പക്ഷെ കമാൻഡോ ആയി തുടരാനായിരുന്നു അവളുടെ തീരുമാനം. കാരണം അവളുടെ ഉള്ളിലെ തീ അണയ്ക്കാൻ ശാരീരികമായും മാനസികമായും എന്തെങ്കിലും ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. കീർത്തി അമ്മയോട് ചേർന്ന് നിന്നു. മധുരിമ വളരെയധികം സന്തോഷത്തിലായിരുന്നു എന്ന് കീർത്തി ശ്രദ്ധിച്ചു. കീർത്തിയുടെ നോട്ടം കണ്ട് സത്യനാഥ് കീർത്തിയോടായി പറഞ്ഞു, സുഖമല്ലേ മോളെ? നിന്റെ പെർഫോമൻസിനെ പറ്റി ചീഫ് പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് കമാൻഡോ അവാർഡ് നോമിനേഷൻ ലിസ്റ്റില് നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് നിന്റെ പേരാണ് കിട്ടിയിട്ടുള്ളത്. എനിക്കറിയാം നീ ബെസ്റ്റ് ആയിരിക്കുമെന്ന്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. അയാൾ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുന്നത് കേട്ട് കീർത്തി വെറുതെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. അയാളോട് മറുപടി പറഞ്ഞ് അവൾ മധുരിമയുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അമ്മ എപ്പോഴെങ്ങോട്ട് വന്ന്? ഇവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ അതോ അങ്ങളുടെ കൂടെ തിരിച്ചു പോവാണോ? കീർത്തിയുടെ ചോദ്യം കേട്ട് മധുരിമയൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് തിരിച്ചു പോകുന്നില്ല. നിനക്ക് സന്തോഷം തരുന്നൊരു വാർത്തയുമായ ഞങ്ങൾ വന്നത് തന്നെ. അത് നിന്റെ അങ്കിള് തന്നെ നിന്നോട് പറയും. കീർത്തി എന്താണെന്ന ഭാവത്തിൽ അവരെ നോക്കി. അത് കണ്ട് സത്യനാഥ് അവളോടായി പറഞ്ഞു, മോളെ, അച്ഛന്റെ പേരിലുള്ള കേസുകൾ ഔദ്യോഗികമായി തന്നെ എഴുതി തള്ളി. നിന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. ഇനി മുതല് നിന്റെ അമ്മയ്ക്ക് ഒളിച്ച് ജീവിക്കണ്ട. നിന്റെ അച്ഛൻ രാജ്യത്തിന് വേണ്ടിയായിരുന്നു എല്ലാം ചെയ്തിരുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായി. ശരിക്കും പറഞ്ഞ 6 വർഷം മുൻപേ തന്നെ ഇതെല്ലാം തെളിഞ്ഞതാ. പക്ഷെ ഔദ്യോഗിക സ്ഥിരീകരണം നടന്നിരുന്നില്ല എന്ന് മാത്രം. അതാണല്ലോ ഞാൻ നിന്നെ ഫോഴ്സിൽ തന്നെ കയറ്റാനുള്ള കാരണം. നീ രവീന്ദ്രനാഥ് അയ്യരുടെ മോളായതുകൊണ്ട് തന്നെയാണ് നിനക്ക് മുന്നിൽ യാതൊരു തടസ്സവും ഉണ്ടാവാതിരുന്നത്. കാരണം നിന്റെ അച്ഛൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് അണ്ടർ കവർ ഏജന്റ് ആയത്. പക്ഷെ ചില സ്ഥിതിഗതികൾ നിന്റെ അച്ഛനെ നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാക്കി. പക്ഷെ അപ്പോഴും ഉന്നത സ്ഥാനങ്ങളിലുള്ളവർക്ക് സത്യം അറിയായിരുന്നു. പക്ഷെ അറിയാവുന്നത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ ചെയ്ത അത് സുരക്ഷയ്ക്കെതിരാവും. അങ്ങനെയൊക്കെ ആയിപ്പോയി നമ്മുടെ നിയമങ്ങൾ. എന്തായാലും ഇനി മുതൽ അപവാദങ്ങളില്ലാതെ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. അയാൾ പറഞ്ഞത് കേട്ട് അവളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വരുൺ പറഞ്ഞ് അവൾ വിവരം അറിഞ്ഞിരുന്നല്ലോ. അവൾ അമ്മയെ ഒന്ന് നോക്കി. അവരുടെ മുഖത്ത് സന്തോഷവും സങ്കടവും കൂടി ചേർന്നൊരു ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ കീർത്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. മധുരിമ വന്ന് കീർത്തിയെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് വർഷങ്ങളായി അവരനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാത്തിനും ഫലം കണ്ടിരിക്കുന്നു. അവരുടെ കണ്ണുകൾ ഒഴുകാൻ തുടങ്ങി. വിങ്ങൽ അടക്കിക്കൊണ്ട് അവർ കീർത്തിയോട് പറഞ്ഞു, അവസാനം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മുതൽ നമ്മൾ രാജദ്രോഹികളല്ല മോളെ. കണ്ടില്ലേ, അപ്പയുടെ പേരിലുള്ള കുറ്റമെല്ലാം ഇല്ലാതായിരിക്കുന്നു. നമ്മൾ സന്തോഷിക്കുന്നത് കാണുമ്പോ നിന്റെ അപ്പയും സന്തോഷിക്കുന്നുണ്ടാവും. അവരുടെ സംസാരം കേട്ട് കീർത്തിയിൽ നിസ്സഹായതയുടെ ഒരു പുഞ്ചിരി വിടർന്നു. അവൾ ഉള്ളിൽ ചോദിച്ചു, ശരിക്കും എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ? എനിക്കെല്ലാം തിരിച്ചു കിട്ടിയോ? കീർത്തിയുടെ സന്തോഷമില്ലായ്മ അവളുടെ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. അതെന്തുകൊണ്ടായിരിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും അവർ മനസ്സിൽ കരുതി. കീർത്തിയുടെ അമ്മയ്ക്ക് സത്യനാഥ് അവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ താമസമൊരുക്കി. കീർത്തി അമ്മയോട് യാത്ര പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നതും യൂണിഫോം അഴിച്ചുവെച്ച് അവൾ കുളിക്കാൻ കയറി. ഷവറിനടിയിൽ നിന്നപ്പോൾ അവൾ ഒരു കമാൻഡോ ആയിരുന്നില്ല, ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു, ഒരമ്മയായിരുന്നു. അവളുടെ മിഴിനീർ എന്നത്തെയും പോലെ വെള്ളത്തിൽ കലർന്നു തുടങ്ങി. ഈ ഒരു സമയത്താണ് അവൾ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് കരയാറുള്ളത്. അവളുടെ മോനെയും വരുണേയും കുറിച്ച് ആലോചിക്കാറുള്ളത്. പുറത്ത് എത്രയൊക്കെ ബോൾഡായി പെരുമാറിയാലും അവൾ മനസ്സുകൊണ്ട് ദുർബലയായിരുന്നു. മറ്റൊരിടത്ത് വരുൺ കീർത്തിയുടെ കമാൻഡിംഗ് ചീഫുമായി ചർച്ച നടത്തുകയായിരുന്നു. കാര്യങ്ങളെല്ലാം അവൻ യാതൊരു മറയുമില്ലാതെ അയാളോട് തുറന്നു പറഞ്ഞു. അവൻ തന്റെ ആവശ്യം വീണ്ടും ഉന്നയിച്ചു. സർ പ്ലീസ്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവളെ ഡ്യൂട്ടിയിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി.
വരുൺ പറയുന്നതെല്ലാം അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അയാൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. നോക്ക് വരുൺ, കീർത്തി എന്നയാള് എല്ലാ പരിശീലനവും കഴിഞ്ഞ ശേഷമാണ് ഫോഴ്സിൽ ചേർന്നത്, അത് മികച്ച റാങ്കോടെ. പിന്നെ അവളെ പോലെ എക്സലന്റ് ആയ ഒരു കമാൻഡോയെ ഞങ്ങൾ എങ്ങനെയാ വിട്ടുകളയാ? നമ്മുടെ രാജ്യത്തിന് വേണം അവരെ പോലെയുള്ളവരെ. അയാൾ പറയുന്നത് കേട്ട് വരുൺ മറുപടി പറഞ്ഞു. സർ, ഞാൻ അവളെ എക്സിറ്റ് ചെയ്യാനല്ല പറയുന്നത്. തൽക്കാലം റിസർച്ച് ടീമിലേക്ക് മാറ്റിയാൽ മതി. ഞങ്ങൾക്ക് അവളോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള അവസരം വേണം. അതിന് കമാൻഡോ ആയി തുടർന്നാൽ സാധിക്കില്ലല്ലോ. അവൾക്ക് ഞങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള തടസ്സം മാറ്റാനായിട്ട് വേണ്ടി മാത്രമാണ് ഈ ഒരു റിക്വസ്റ്റ്. പ്ലീസ് സർ, ഹെൽപ്പ് മീ. വരുണിന്റെ അപേക്ഷ കേട്ട് അയാൾ അയാൾക്ക് പറ്റുന്നത് ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പുകൊടുത്തു. കീർത്തിയെ മാറ്റാൻ ആവശ്യമുള്ളതൊക്കെ വരുൺ അവന്റെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തു. സഞ്ജു വരുണിന്റെ കഷ്ടപ്പാട് കണ്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്താ കീർത്തി മടങ്ങി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ നേരിട്ട് അവളോട് സംസാരിച്ചാ പോരെ? സഞ്ജു പറയുന്നത് കേട്ട് വരുൺ ഗൗരവത്തോടെ പറഞ്ഞു, സഞ്ജു, എനിക്ക് അവളോട് സംസാരിക്കുന്നതിന് ഇപ്പൊ പരിധിയുണ്ട്. ഞാൻ പറയുന്നത് ഏത് വിധത്തിലാണ് അവൾ ഉൾക്കൊള്ളാന്ന് എനിക്ക് അറിയില്ല. പിന്നെ അവൾ ഇത്രയും കാലം ജീവിച്ചത് കുറ്റബോധത്തിലായിരിക്കും. നമ്മൾ അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. അതിന് ഇടയ്ക്കിടയ്ക്ക് പരസ്പരം കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കണം. അങ്ങനെ വേദൂട്ടനുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവള് ഞങ്ങളെ വിട്ടു പോകില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. പക്ഷെ അതിനു മുൻപേ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേഗം പോയി ആനുമായിട്ട് വാ. ഞങ്ങളുടെ പേരും പറഞ്ഞ എത്ര കാലമായി നീ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. കീർത്തി മടങ്ങി വന്നു എന്ന് പറഞ്ഞ അവൾ എന്തായാലും തിരിച്ചു വരും. നിന്റെ നെക്സ്റ്റ് മിഷൻ സ്വന്തം കല്യാണം. പോയി അവളെ കൊണ്ടുപോടാ. പിറ്റേന്ന് കീർത്തിയുടെ ക്യാമ്പിന് പുറത്ത് ഒരു കാർ വന്നു നിന്നു. കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു കീർത്തി. കാറിൽ നിന്നും വേദാന്ത് ഇറങ്ങുന്നത് അവൾ കണ്ടു. പുറത്തിറങ്ങി അവൻ ചുറ്റും നോക്കിയപ്പോൾ കീർത്തി നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് കുണുങ്ങി കുണുങ്ങി നടന്നു. അവന്റെ ഓമനത്തമുള്ള നടത്തം കീർത്തിയിൽ ചിരി ഉണർത്തി. അവൾ വേഗം അവന്റെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു. അവന്റെ കവിളിൽ കൈ തൊട്ടുകൊണ്ട് ചോദിച്ചു, അയ്യോടാ, ഇത് ആരാ വന്നിരിക്കുന്നേ? താങ്ക്സ് പറയാൻ എന്നെ കാണാൻ വന്നതാണോ? ഭാവി ഇന്നലെ സുഖമായി ഉറങ്ങിയല്ലോ അല്ലേ? വേദാന്ത് വളരെ ബ്രില്യന്റ് ആയ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ സംസാരവും അങ്ങനെ തന്നെയായിരുന്നു. എന്നോട് മിണ്ടാതെ പോയില്ലേ? ഞാൻ അമ്മയുടെ വാവയാണെന്ന് അമ്മ മറന്നുപോയില്ലേ? ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ലല്ലോ. അമ്മ എവിടെയൊക്കെ ഞാൻ തിരക്കിയിട്ടുണ്ടെന്നോ? അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? ദൂരെ കാറിലിരുന്ന് വരുൺ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കീർത്തി ചുറ്റും നോക്കിയിരുന്നെങ്കിലും വരുണിനെ കണ്ടില്ല. കീർത്തി മോൻ പറയുന്നത് കേട്ട് അവനെ മാറോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് എന്റെ വേദുവിന് ഇഷ്ടമില്ലെന്ന്? അമ്മയ്ക്ക് തിരക്കായോണ്ടല്ലേ? മോനുന് അമ്മയോട് ദേഷ്യമുണ്ടോ കാണാൻ വരാത്തതില്? കീർത്തിയുടെ സംസാരം അവനിൽ ചിരി പടർത്തി. പപ്പ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു ദിവസം വരുമെന്ന്. അമ്മയ്ക്ക് ജോലി തിരക്കാണെന്നൊക്കെ. പക്ഷെ അമ്മ പട്ടാളക്കാരിയാണെന്ന് എന്നോട് പറഞ്ഞില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയ്ക്ക് ഭയങ്കര ശക്തിയുണ്ടല്ലോ. എനിക്കിനി അമ്മയുടെ കൂടെ ഗണ്ണൊക്കെ വെച്ച് കളിക്കാലോ. അവന്റെ ആക്ഷനും സംസാരവും കണ്ട് കീർത്തി അവനെ എടുത്തുയർത്തി. എന്നിട്ട് കളിയോടെ ചോദിച്ചു, അപ്പോ മോന്റെ പപ്പയ്ക്ക് ശക്തിയില്ലേ? പപ്പ കളിക്കാൻ വരില്ലേ? കീർത്തി ചോദിച്ചതിന് അവൻ ചുണ്ടുകൾ കോട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു, അതിന് പപ്പയ്ക്ക് എവിടെ സമയം? എപ്പോഴും ബിസി മാത്രം. അമ്മയുണ്ടെങ്കിൽ പപ്പയും കളിക്കാൻ വരും. അമ്മ എന്റെ കൂടെ വരില്ലേ? കീർത്തി അവനോട് എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ അവളുടെ സീനിയർ ഓഫീസർ അവരുടെ അടുത്തേക്ക് വന്നു. കീർത്തി, തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട്. തന്നെ റിസർച്ച് ടീമിലേക്ക് മാറ്റിയതായിട്ട് ഓർഡർ വന്നിട്ടുണ്ട്. പുതിയ ഏതോ പ്രൊജക്ടിലേക്ക് ഒരാൾ ആവശ്യമുണ്ടായിരുന്നു. താൻ അതിന് സ്യൂട്ടബിൾ ആണെന്ന് കണ്ടു. വേഗം ടീമിനൊപ്പം ചേരണം. കീർത്തി ഒരുപാട് പോകില്ലെന്ന് പറഞ്ഞു നോക്കി. പിന്നെ അവരുടെ ആവശ്യകത ബോധ്യമായതുകൊണ്ട് അവൾ പിന്നെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ നിന്നില്ല. ഓഫീസർ അപ്പോഴായിരുന്നു മോനെ കണ്ടത്. അവനെ കണ്ടതും വാത്സല്യത്തോടെ അയാൾ ചോദിച്ചു, ആരാ ഇത്? കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലോ ഇയാള്. എന്താ ഇവിടെ വന്നേ? ഇയാളുടെ പേരെന്താ? അയാൾ ചോദിക്കുന്നത് കണ്ടു വേദാന്ത് വളരെ ഗൗരവത്തിൽ അയാളെ സല്യൂട്ട് അടിച്ചു. അവന്റെ കാണിക്കൽ രണ്ടുപേരിലും ചിരി പടർത്തി. എന്നിട്ട് പറഞ്ഞു, സാർ, എന്റെ പേര് വേദാന്ത്. സാറാണ് ഇവിടുത്തെ വലിയ ഓഫീസർ. അവന്റെ ചോദ്യം കേട്ട് സീനിയർ ഓഫീസർ ചിരിയോടെ മറുപടി പറഞ്ഞു, അതെല്ലോ. എന്താണ് മോൻ അങ്ങനെ ചോദിച്ചേ? അങ്ങനെയാണേ എനിക്ക് സാറിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അവന്റെ ആ വലിയ ആളുകളെ പോലെയുള്ള സംസാരം കീർത്തിയിലും സീനിയർ ഓഫീസറിലും അമ്പരപ്പുണ്ടാക്കിയിരുന്നു. അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അവർ ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്തായിരിക്കും വേദാന്തിന്റെ റിക്വസ്റ്റ്? ആൻ എവിടെ പോയി? കീർത്തിക്ക് ഇനിയും കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കാനാകുമോ?